അല്ല ഇതെന്താ അപ്പൊ മുസ്ലിം ലീഗുകാരൻ പറഞ്ഞത് കുഴപ്പമില്ലാതെ വെള്ളാപ്പള്ളി പറഞ്ഞത് കുഴപ്പമാണെന്നാണോ എടാ നിങ്ങൾ പറയുന്നത്? മുസ്ലിം ലീഗുകാരല്ലടാ പൊട്ട പറയുന്നത്. ഈ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ പോകുമ്പോ എനിക്ക് ശ്വാസം മുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓക്സിജൻ അളവ് കുറഞ്ഞോണ്ടാ. അവിടെ മുസ്ലിം പോപ്പുലേഷൻ കാരണം എനിക്ക് അങ്ങോട്ട് പോകുമ്പോ ശ്വാസം മുട്ടുന്ന വർഗീയതല്ലേ. നീ ആ മലപ്പുറത്ത് പത്തനംതിട്ട ഒരു പറയുന്നത്. അല്ല എന്റെ മലപ്പുറം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പറയാത്തത്, അനക്സ് എന്റെ പത്തനംതിട്ട സെക്രട്ടേറിയറ്റിന് അനക്സ് പറയാത്തത് വേണമെന്ന് പറയുന്നത് നല്ല കാര്യമാണോ? എന്താ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിലെന്താ പ്രശ്നം? അതിലെന്താ എന്താ പ്രശ്നം? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മലപ്പുറം എന്താ ജില്ലയിൽ അതുകൊണ്ട് എന്താ അതുകൊണ്ട് പോകുമ്പോ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നത്? ശ്വാസം മുട്ടെന്ന് പറയുന്നത് അവിടുത്തെ അല്ല അപ്പൊ നിങ്ങൾ ഓക്സിജൻ അളവ് വെള്ളാപ്പള്ളി കുറഞ്ഞോണ്ടാണോ? നിങ്ങൾ വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നിങ്ങൾ ഇപ്പൊ എന്താ അല്ല ഉദ്ദേശിച്ചത്? അവിടെ മുസ്ലിങ്ങൾ മാത്രമാണോ വർഗീയത ജീവിക്കുന്നത് നിങ്ങൾ മലപ്പുറം ജില്ലയിൽ? ഉദ്ദേശിച്ചോ? മുജീബ് ഇതിനെ ഞാനും വളരെ വർഗീയതയായിട്ടാണ് കാണുന്നത്. മുജീബ് വളരെ എന്താണ് വ്യക്തമായിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തത് വെള്ളാപ്പള്ളി ഒരു വർഗീയവാദിയാണോ അല്ലേ എന്നുള്ളതാണ്. അതിനെ സംബന്ധിക്കുന്നത് അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളത്. എനിക്കത് പ്രഥമ അവിടെ ദൃഷ്ടിയാൽ കൃത്യമായിട്ട് വളരെ ഞാൻ പറഞ്ഞു പ്രഥമ വർഗീയവാദി ദൃഷ്ടിയാൽ അല്ലാന്ന്. വളരെ വർഗീയപരമായിട്ടുള്ള ഒരു പരാമർശമായിട്ടാണ് തോന്നുന്നത്. എനിക്കത് എന്ന് തോന്നിയിട്ടില്ല. പറഞ്ഞാൽ പ്രശ്നം തീർന്നോ? ടാർഗറ്റഡ് ചെയ്യാണ്. അതായത് മൈനോറിറ്റി ആയിട്ടുള്ള ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവര് തിങ്ങി അത് പാർക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ അവര് മെജോറിറ്റി യൂപി ആയിട്ടുള്ള പറഞ്ഞ ഒരു പോലെ ഡിസ്ട്രിക്റ്റിനെ ഞാൻ എടുത്ത് കോട്ട് പറയാം ചെയ്തിട്ട് അതൊരു ആ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് നേഷൻ നന്നായില്ല. ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. തീർന്നോ? പ്രശ്നം ഇവിടുത്തെ തീർന്നോ? കേരളത്തിലെ നിങ്ങള് നിയമങ്ങൾക്കൊന്നും നിങ്ങള് അടിസ്ഥാനമായിട്ടല്ല അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു പരാമർശം നിങ്ങള് വളരെ നിങ്ങളൊരു വർഗീയപരമായിട്ടാണ് എനിക്ക് കാര്യം തോന്നുന്നത്. മുജീബിന് മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല? നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വിഷയം മാത്രം എടുത്ത് ചർച്ച ചെയ്ത് ഈ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ ഇത് കലുഷിതപ്പെടുത്തുക എന്നുള്ളതാണ്. ഭയങ്കര ഇവിടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇത് ഈ ഒരു കേരളത്തിലെ പ്രോബ്ലമാറ്റിക് ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ സാമൂഹിക ഉണ്ടാകാൻ അവസ്ഥ ഇതല്ല. സമ്മതിക്കില്ല. കേരളത്തിന് ഒട്ടും അതിനെ യോജിക്കുന്ന ഒരു സാമൂഹിക അതിനെ പരാമർശങ്ങളല്ല ഈ അതിനെ മുജീബെ, കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഇവിടെ സാധനം ശശികലൻ എടുത്തിട്ട് പറയുന്നുണ്ട്. ചർച്ച ഇവിടെ ചെയ്യണതിന്റെ മെയിൻ കാര്യം മുജാഹിദ് എന്താണെന്നറിയോ? പാല നമ്മൾ അതെ ഈ ഇവിടെ വിഷയം എടുത്തിട്ട് മുജാഹിദ് മെയിൻ ഒരു ആയിട്ട് മിനിറ്റ് ചർച്ച ഇവിടെ ചെയ്യുന്നതിന്റെ മെയിൻ കാരണം ഈ ഇവിടെ നിങ്ങൾക്ക് പറയുന്ന ശശികല എന്താ പറഞ്ഞാൽ പറയാ, കുഴപ്പമില്ല. മുഖ്യമന്ത്രി അടക്കം ഇവിടെ നിങ്ങൾക്ക് വെള്ളാപ്പള്ളിന്റെ സപ്പോർട്ട് മുജാഹിദ് ചെയ്യുന്നതാണ്. ബാലശ്ശേരി പറഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടെ ഇവിടെ നിങ്ങൾക്ക് പിന്നെ ശശികലനെ പിടിച്ച് കേസ് ചാർജ് ചെയ്ത് ജയിലിലിട്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ നീ ശശികലനെ? ഇയാൾ എന്ത് ചെയ്തു മോനെ? ഷാജഹാൻ പറഞ്ഞ കുഴപ്പമില്ല. ഷാജഹാൻ പറഞ്ഞ കുഴപ്പമില്ല. എന്താ ഷാജഹാൻ എന്താ നിങ്ങളുടെ പേര്? ഷാജി. എടാ നീ ഷാജി പറഞ്ഞ ശശികലയുടെ കേസ് കുഴപ്പമില്ല. തന്നെ എടുക്കൂ. ശശികലനെതിരെ കേസ് FIR രജിസ്റ്റർ ചെയ്ത് അവര് ജയിലിൽ പോയായിരുന്നു. ഓർക്കുന്നുണ്ടോ അത്? ശശികല വെള്ളാപ്പള്ളിക്ക് എന്ത് പറ്റി? വെള്ളാപ്പള്ളിക്ക് ഒറ്റ വേണ്ടി മെഴുകാൻ വരുന്നത് അല്ല മുഖ്യമന്ത്രി, ശശികല ഇവിടുത്തെ ഒറ്റ ഉന്നത സ്റ്റേറ്റ്മെന്റ് നേതാക്കളാണ്. അവസാനിപ്പിച്ചു. ശശികല ആ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി കംപ്ലീറ്റ് അവരെ വർഗീയവാദം അവസാനിപ്പിച്ചു. ഇപ്പൊ അവരൊന്നും പറയില്ല. ഇന്നലെ വരെ ഇവിടെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. എടാ ഇതൊക്കെ ഇത് ചിലരെ പുച്ഛിച്ച് എടാ തള്ളണം. ജോർജ് ശശികല വർഗീയ ഇവിടെ മുജിബെ കേൾക്കൂ. ജോർജ് ശശികല വർഗീയവാദിയാണെന്നാണല്ലോ നിന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. വെള്ളാപ്പള്ളി ആ വർഗീയവാദിയാണ്. ഇതേ തരത്തിലുള്ള പരാമർശം വെക്കുന്ന വെള്ളാപ്പള്ളിയെ പറ്റി നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഇല്ലാത്ത? അല്ല വെള്ളാപ്പള്ളിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ വെള്ളാപ്പള്ളി നീ മുസ്ലിം പറഞ്ഞു ലീഗിനെ കുറിച്ചാണ് വർഗീയവാദി പറഞ്ഞത്. അല്ലെന്ന്. അല്ലല്ല ഏത് മുസ്ലിം ലീഗിനെ കുറിച്ച് അയാൾ പറഞ്ഞു തന്നെ അയാൾ എന്ത് മലപ്പുറം സെപ്പറേറ്റ് നേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് തലോടി അയാൾ പത്രസമ്മേളനത്തിൽ അത് വിശദീകരിച്ചു. മനസ്സിലായില്ലേ? ഞാനത് കൊണ്ടുപോയി നിക്ക്. മുജീബെ നിഖിലേ ടാൻജൻഷ്യലായിട്ട് പോകാൻ നിഖിലേ സമ്മതിക്കില്ല. മുജീബെ സമ്മതിക്കില്ല. പ്ലീസ് നിഖിലേ സമ്മതിക്കില്ല. എവിടേക്ക് പോകുന്നു? മലപ്പുറം ഞാൻ പറഞ്ഞത് ഒരാൾ എല്ലാവരും എടുക്കല. നിഖിലും പിന്നെ മുജീബ് അല്ലാണ്ട് വേറെ ആരും എടുക്കല്ല. മലപ്പുറം സെപ്പറേറ്റ് നേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരെയുള്ള ഒരു ഇതാണോ, ക്രിട്ടിക്കാണോ അത്? അത് എന്ത് മണ്ടത്തരോ അത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മുജീബ് മ്യൂട്ടാണ് കേട്ടോ. വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അതിലെവിടെ മുസ്ലിം ലീഗിനെ ക്രിട്ടിക്ക് ചെയ്യുന്നത്? അയാളെ മലപ്പുറം ഒരു രാജ്യം പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അയാൾ പറഞ്ഞത്. അയാൾ മുസ്ലിം ലീഗിനെ ലക്ഷ്യം വെച്ചിട്ടാണ് പറഞ്ഞത്. അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ പറഞ്ഞിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടില്ല. അയാൾ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചല്ല, മുസ്ലിം ലീഗിനെ കുറിച്ചാണ് അയാൾ എന്നാണ് പറഞ്ഞ പറഞ്ഞത്. മലപ്പുറത്തെ കുറിച്ചാണ്. അയാൾ മുസ്ലിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, മലപ്പുറത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഇങ്ങനെ നീട്ടിപ്പരത്തി വായിക്കാം. നിങ്ങളുടെ ഇഷ്ടപ്രകാരമൊക്കെ അതിനെ കൊണ്ടുപോകാം. പക്ഷെ അതൊന്നും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? ഒന്നാമത് വെള്ളാപ്പള്ളി എന്നല്ല കേരളത്തിന്റെ ഒരു ഭാവി നിർണ്ണയിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വെള്ളാപ്പള്ളി ആവശ്യം ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ എന്തെങ്കിലുമൊക്കെ നിന്ന് പറയാൻ വെള്ളാപ്പള്ളി വേണം. അപ്പുറത്ത് വേറെ ഇങ്ങനെ നാല് ആരെങ്കിലും വായത്താളം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെളുക്കുവോ മുജീബെ? നിനക്ക് ഇത് അല്ല കാണാൻ പറ്റുന്നില്ലേ? ഇത് വെളുക്കണ്ട നിഖിലെ വെളുക്കണ്ട. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലായില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല കാര്യത്തിലെന്നേ. നിങ്ങൾ എന്തിനാ ഞാൻ നിങ്ങൾക്ക് പോവാണ്. പേടി? എനിക്കൊരു കോള് വരുന്നു. നീ ഇതിരുന്ന് വെളുപ്പിച്ചോ. ഇതൊന്നും പറഞ്ഞിട്ട് ദിവസം ഒരു കാര്യം. ദിവസം രാവിലെ നീച്ചിരുന്നിട്ട് വൈകുന്നേരം വരെ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് ചിലവുള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങളെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി വിഷയമല്ലാന്നേ. ഞങ്ങൾ കേരളത്തിലെ ഒരു മിനിറ്റ് ഞാൻ നിർത്തി ഒരു മിനിറ്റ് വേണം. മുജീബെ, എന്താ ഇത് പ്രശ്നം അറിയോ? CPM നമ്മൾ കുറ്റപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ കേരളത്തിൽ മതവർഗീയത പറയുന്ന ഒരാളെ കയറ്റിയിട്ട് സഞ്ചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കേരളത്തിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ എല്ലാവരുടെയും മന്ത്രിയാണ് പുള്ളി, അല്ലെ? എല്ലാവരെയും സമന്മാരായിട്ട് കാണുന്ന ആളാണ് മുഖ്യമന്ത്രി. നമുക്ക് അങ്ങനെ പറയാം.
ആ വ്യക്തിയുടെ വാഹനത്തില്, ഔദ്യോഗിക വാഹനത്തില് ഒരു വർഗീയവാദിയെ കയറ്റിയിരുത്തി യാത്ര ചെയ്യുക. നിങ്ങളെ പ്രതിരോധത്തിലായാലും അവിടെയാണ്. കാരണം നിങ്ങൾക്ക് ഇനി ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഇയാൾ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ എങ്ങനെ കയറി എന്നുള്ള ചോദ്യം അടുത്ത് വരും. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിങ്ങളിപ്പോ തത്രപ്പാട് പെടുകയാണ്. അപ്പൊ മറുപടി, അതായത് നിങ്ങൾ ഞാൻ പറയാം, ഒരു മിനിറ്റ് പറയാം. അതായത് ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി ആയിക്കോട്ടെ, AP ആയിക്കോട്ടെ, ഇനി ഈ പറയുന്ന നമ്മുടെ പിന്നെ വെള്ളാപ്പള്ളി ആയിക്കോട്ടെ, ഇനി ക്രിസ്ത്യാനി, ഇനി ആര് വർഗീയതാന്ന് പറയാൻ എന്താ ഇത്ര മടി? നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്? കേരളത്തിലെ ഈ മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിൽ തല്ലിച്ച് അതിൽ ഭൂരിപക്ഷത്തിന്റെ വോട്ട് നേടാൻ തത്രപ്പാടാണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. നിങ്ങൾ കാണിക്കുന്നവരൊക്കെ തലോട് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നടക്കുന്നതല്ല ഞാൻ, മനസ്സിലായില്ലേ? അല്ല ഞങ്ങൾ ആയിക്കോട്ടെ ഞങ്ങൾ നിൽക്കുന്ന പ്രശ്നം, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അനുഭവിക്കുന്ന നിങ്ങൾ ചിത്രം വർത്തിച്ചാണ് അനുഭവിക്കുന്നത്. എന്താണ് സമൂഹത്തിൽ ഇപ്പൊ എന്താണ് ചിത്രം